നമസ്കാരം കൂട്ടുകാരെ, 2007 പുറത്തിറങ്ങിയ ചലച്ചിത്രം പാത്ത് ഫൈൻഡറിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ നടക്കുന്നത് വൈക്കിംഗ് ഏജ് എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. കപ്പലുകൾ കണ്ടെത്തപ്പെട്ട് വൈക്കിങ്ങുകൾ കൂട്ടമായി മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്ത് മറ്റ് രാജ്യങ്ങൾ കൊള്ളയടിക്കുകയും അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാലം. ആ ഒരു കാലത്ത് ഒരു വനത്തിനുള്ളിൽ താമസിക്കുന്ന ഒരു ഗോത്രവർഗത്തിലെ സ്ത്രീ കാടിനകത്തേക്ക് എന്തോ എടുക്കുവാനായി പുറപ്പെടുകയാണ്. പോകുന്ന വഴിയിൽ അവർ ഒരു കുതിരയെ കണ്ടു. വെള്ളക്കുതിര. ആ കുതിര എങ്ങോട്ടേക്കോ അവരെ വിളിക്കുന്ന പോലെ അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. അത്തരത്തിലൊരു കുതിരയെ അവർ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ കുതിരയെ ഫോളോ ചെയ്തു. കുതിര ചെന്നു നിന്നത് ഇടിച്ചു തകർന്നു കിടക്കുന്ന ഒരു വൈക്കിംഗ് ഷിപ്പിനടുത്തായിരുന്നു. ആ സ്ത്രീ ആ വൈക്കിംഗ് ഷിപ്പിനകത്തേക്ക് കടന്നു ചെന്നു. തകർന്ന ആ ഷിപ്പിനകത്ത് നിരവധി വൈക്കിങ്ങുകളുടെ മൃതദേഹവും അടിമകളുടെ ശവശരീരവും ഒക്കെയായിരുന്നു അവർക്ക് കാണാൻ സാധിച്ചത്. അതൊക്കെ കണ്ട് അക്ഷരാർത്ഥത്തിൽ അവർ ഒന്ന് ഭയക്കുന്നുമുണ്ട്. ആ കൂട്ടത്തിൽ വൈക്കിംഗ് ചീഫിനെ പോലെ തോന്നിയ ഒരാളുടെ മൃതദേഹവും ആ സ്ത്രീ കണ്ടെത്തുകയാണ്. ആ മൃതദേഹത്തിൽ നിന്ന് തിരിഞ്ഞതും അവരൊന്ന് ഞെട്ടിപ്പോയി. വൈക്കിംഗ് കൂട്ടത്തിലെ ജീവനോടെ അവശേഷിക്കുന്ന ഒരു കുട്ടി അവർക്ക് നേരെ ഒരു വാളേന്തി നിൽക്കുന്നു. ആ വൈക്കിംഗ് കുട്ടി വല്ലാതെ ഭയപ്പെട്ടാണ് നിൽക്കുന്നത് എന്ന് കണ്ടതും ആ സ്ത്രീ വളരെ ശാന്തതയോടെ അവനെ സമാധാനിപ്പിക്കുകയാണ്. ശേഷം അവനെ തന്റെ വില്ലേജിലേക്ക് കൊണ്ടുപോകാനും ആ സ്ത്രീ തീരുമാനിച്ചിരുന്നു. ചെന്നപാടെ അവിടുത്തെ പ്രധാനികളായ ആളുകൾ ആ കുട്ടിയെ പരിശോധിക്കുകയാണ്. വൈക്കിങ്ങുകളെ മോൺസ്റ്റേഴ്സായി ചെകുത്താന്മാരായിട്ടായിരുന്നു അവരൊക്കെ കണ്ടിരുന്നത്. അവരുടെ കൂട്ടത്തിൽപ്പെട്ട കുട്ടിയാണ് ഇതെന്നതുകൊണ്ട് ഗോത്രത്തിൽ കൂട്ടാൻ കൊള്ളില്ല എന്നൊക്കെ അവർ വിധിയെഴുതുകയാണ്. ആ കുട്ടിയെ കൂടെ കൂട്ടിയാൽ തങ്ങൾക്ക് നാശം സംഭവിക്കും എന്നുപോലും അവർ കരുതിയിരുന്നു. പക്ഷേ കുട്ടിയെ കൊണ്ടുവന്ന ആ സ്ത്രീയുടെ ഹസ്ബൻഡ്, അതായത് ഗോത്രത്തലവനായിട്ടുള്ള വ്യക്തി, ആ പയ്യനെ ഒഴിവാക്കിയാൽ നമ്മളും ക്രൂരന്മാരായിട്ടുള്ള അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്ന ചോദ്യമുയർത്തുകയാണ്. ഒരുപക്ഷെ ഈ പയ്യനിലൂടെയായിരിക്കും നമുക്ക് മോക്ഷം ലഭിക്കുക എന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ ആ പയ്യൻ ഗോത്രത്തിലെ ഒരാളായി അവരുടെ കൂട്ടത്തിൽ വളരാൻ തുടങ്ങുന്നു. ഗോത്രത്തലവന്റെ വളർത്തുപുത്രനായി ആ പയ്യൻ വളർന്നു വന്നുകൊണ്ടിരുന്നു. ഗോസ്റ്റ് എന്ന് അവരവന് പേരുമിട്ടു. ഒരു ദിവസം ഗോസ്റ്റ് ഉറങ്ങാൻ കിടന്നപ്പോൾ ഷിപ്പ് തകരുന്നതിന് മുമ്പുണ്ടായ സംഭവം അവൻ സ്വപ്നത്തിൽ കണ്ടു. ഷിപ്പ് തകരുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ അച്ഛനായിട്ടുള്ള വൈക്കിങ്ങിലെ ഒരു വാരിയർ ഒരു ഇന്ത്യൻ വില്ലേജ് തന്നെ മുഴുവൻ കൊന്നുതള്ളിയിരുന്നു. ക്രൂരമായ കൂട്ടക്കൊല. അതിൽ ഒരു കൊച്ചുകുട്ടിയെ പിടികൂടി കുട്ടിയെ വകവരുത്താൻ അയാൾ ഈ പയ്യനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ മനസ്സിൽ ദയുള്ള അവൻ അതിന് തയ്യാറായില്ല. അതിന്റെ പേരിൽ അവനന്ന് വലിയ മർദ്ദനമേക്കുക പോലും ചെയ്തു. പക്ഷേ ഇപ്പോൾ ജീവനോടെ ബാക്കിയായത് മനസാക്ഷി ഉണ്ടായിരുന്ന അവൻ മാത്രമാണ്. പിന്നീട് വർഷങ്ങൾ കടന്നുപോയി. ഗോസ്റ്റ് വളർന്ന് ഒരു യുവാവായി മാറിയിരുന്നു. ആ ഗോത്രവർഗക്കാരുടെ കൂട്ടത്തിൽ അവരോട് ഇടപഴകി അവരിൽ ഒരാളായി സന്തോഷത്തോടെ അവൻ ജീവിച്ചു വന്നുകൊണ്ടിരുന്നു. അന്നൊരു ദിവസം ആഘോഷങ്ങളുടെ ഭാഗമായി അടുത്ത ഗോത്രവർഗവും അവിടുത്തെ തലവനും സംഘവും അവരുടെ വില്ലേജിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അയൽവക്ക ഗോത്രത്തിലെ തലവന്റെ മകളെ കണ്ടതും ഗോസ്റ്റിന് ഇഷ്ടപ്പെടുന്നുണ്ട്. സ്റ്റാർ ഫയർ എന്നായിരുന്നു അവളുടെ പേര്. പക്ഷേ വൈകാതെ അവളുടെ വിവാഹം ഉറപ്പിക്കപ്പെട്ടതാണെന്നും അവരുടെ ഗോത്രത്തിലെ തന്നെ യോദ്ധാവായ ബ്ലാക്ക് വിങ് ആണ് അവളുടെ വരനെന്നും ഗോസ്റ്റ് മനസ്സിലാക്കുന്നു. അന്ന് ഗോസ്റ്റിന്റെ അച്ഛനായ ഗോത്രത്തലവനും സ്റ്റാർ ഫയറിന്റെ അച്ഛനായ ഗോത്രത്തലവൻ പാത്ത് ഫൈൻഡർ എന്നറിയപ്പെടുന്ന വ്യക്തിയും നാടിന്റെ അവസ്ഥയെപ്പറ്റിയും ഗോത്രവിഭാഗങ്ങൾ അനന്തരാവകാശികളെ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റിയും സംസാരിക്കുകയാണ്. പാത്ത് ഫൈൻഡറുടെ മകനടക്കം ഒരു രോഗം പടർന്ന് മരിച്ചിരുന്നു. അതുകൊണ്ട് ആരെ അടുത്ത അവകാശിയായി പ്രഖ്യാപിക്കും എന്ന് പാത്ത് ഫൈൻഡറിന് അറിവുണ്ടായിരുന്നില്ല. നിങ്ങളുടെ മകൾ സ്റ്റാർ ഫയറിനെ അനന്തരാവകാശിയാക്കൂ എന്നായിരുന്നു ഗോസ്റ്റിന്റെ അച്ഛൻ പറഞ്ഞത്. മാത്രമല്ല, ഗോസ്റ്റിനെ അനന്തരാവകാശിയാക്കണമെങ്കിൽ ഗോസ്റ്റ് പരമ്പരാഗതമായി നടത്തപ്പെടുന്ന കുറച്ച് ചടങ്ങുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. വേട്ടയ്ക്കായി ഗോസ്റ്റ് പറഞ്ഞയക്കപ്പെടും. വേട്ട അതിജീവിച്ച് ഗോസ്റ്റ് തിരികെ എത്തിയാൽ ഗ്രാമത്തിന്റെ ഗോത്രവർഗത്തിന്റെ അടുത്ത നേതാവായി ഗോസ്റ്റ് മാറുമായിരുന്നു. പാത്ത് ഫൈൻഡർ തങ്ങളുടെ വിദ്യകൾ വെച്ച് ഫ്യൂച്ചർ കാണുവാൻ നോക്കി. ഗോസ്റ്റിനെയും ആ സമയം അദ്ദേഹം നോക്കിക്കാണുന്നുണ്ട്. വൈക്കിങ്സ് അങ്ങോട്ടേക്ക് ആക്രമണത്തിനെത്തുമെന്നും അന്ന് ഗോസ്റ്റ് ആയിരിക്കും ഏവരെയും പ്രൊട്ടക്ട് ചെയ്യുക, വൈക്കിങ്സുകളെ കൊന്നൊടുക്കുക എന്ന് പാത്ത് ഫൈൻഡർ തന്റെ ദിവ്യദൃഷ്ടിയിൽ കണ്ടിരുന്നു. അന്ന് രാത്രിയിൽ അടുത്ത ദിവസം അരങ്ങേറുന്ന ഹണ്ടിങ് ആചാരങ്ങൾക്കു വേണ്ടി ഗോസ്റ്റ് തയ്യാറാക്കപ്പെട്ടു. പാത്ത് ഫൈൻഡർ ആ രാത്രിയിൽ ഗോസ്റ്റിനോട് ഗോസ്റ്റിന്റെ ഐഡന്റിറ്റിയെ പറ്റി ചോദിച്ചു. ഗോസ്റ്റ്
അപ്പോഴും താനൊരു വൈക്കിംഗ് ആണോ ഒരു ഗോത്രവർഗക്കാരനാണോ എന്ന കൺഫ്യൂഷനിലായിരുന്നു. ഗോസ്റ്റ് പാത്ത് ഫൈൻഡറോട് മറുപടി പറഞ്ഞു, ഞാൻ ആരാണെന്നുള്ളത് ഞാൻ തന്നെ കണ്ടെത്തും എന്നായിരുന്നു അത്. രാത്രി വൈകി ഗോസ്റ്റ് തന്റെ വാളുപയോഗിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് ഗോസ്റ്റിന്റെ വളർത്തച്ഛൻ കടന്നു വന്നു. ഗോസ്റ്റിനോട് പറഞ്ഞു, നീ ഒരു വൈക്കിങ്ങിനായിരിക്കാം ജനിച്ചത്, പക്ഷേ നീ ഇപ്പോൾ എന്റെ കുടുംബത്തിന്റെ ഭാഗവും ഞങ്ങളിൽ ഒരുവനുമാണ്. പിറ്റേന്ന് രാവിലെ അമ്മയോട് യാത്ര പറഞ്ഞ് ആചാരങ്ങളുടെ ഭാഗമായി ഗോസ്റ്റ് വനത്തിലേക്ക് പുറപ്പെട്ടു. വനത്തിൽ ഒരിടം വരെ അവന്റെ കൂടെ ഒരു പെൺകുട്ടിയുമുണ്ടായിരുന്നു. വനത്തിൽ നിന്ന് ചില പൂക്കളും മറ്റും പറിക്കുവാൻ എത്തിയതായിരുന്നു അവൾ. ഒരിടത്തെത്തിയതും ഗോസ്റ്റ് തന്റെ വഴിക്കായി തിരിഞ്ഞുപോയി. പെൺകുട്ടിയാകട്ടെ ആയുർവേദ മരുന്നുകളും ഇലകളും പൂക്കളും പറിക്കുവാൻ മുമ്പോട്ട് നടന്നു നീങ്ങിയ പെൺകുട്ടി ഇലകളൊക്കെയുള്ള ഒരിടത്തെത്തിയതും പെട്ടെന്ന് അവളുടെ മുമ്പിലേക്ക് വൈക്കിങ്ങിന്റെ ഒരു സംഘം വന്നെത്തുകയാണ്. അക്ഷരാർത്ഥത്തിൽ ആ പെൺകുട്ടി ഞെട്ടിവിറച്ചിരുന്നു. വൈക്കിങ്ങുകളെ കണ്ടതും ആ പെൺകുട്ടി പേടിച്ചു വിറച്ച് പിന്തിരിഞ്ഞ് തന്റെ ഗ്രാമത്തിലേക്ക് ഓടുകയാണ്. വൈക്കിങ്ങുകൾക്കും അതായിരുന്നു വേണ്ടിയിരുന്നത്, ഗ്രാമത്തിലേക്ക് എത്തിപ്പെടണം. ആ പെൺകുട്ടിയെ പിന്തുടർന്ന് ഗോസ്റ്റിന്റെ ഗ്രാമത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. അവിടെ അവർ ഒരു കൂട്ടക്കൊല തന്നെ നടത്തി. ഗോസ്റ്റിന്റെ അമ്മയെയും അവിടുത്തെ ജനങ്ങളെയും അടക്കം അവർ കൊന്നുതള്ളിയിരുന്നു. നിലവിളി ശബ്ദവും ആളുകളുടെ അലർച്ചയും ഒക്കെയും മറുകരയിൽ ഹണ്ടിങ്ങിലായിരുന്ന ഗോസ്റ്റ് കേൾക്കുന്നുണ്ട്. ഓടിയെത്തിയ അവൻ കണ്ടത് തന്റെ വില്ലേജിനെ വൈക്കിങ്ങുകൾ ആക്രമിക്കുന്നതായിരുന്നു. ഗോസ്റ്റ് എത്തിയപ്പോഴേക്കും അമ്മയടക്കം ഗ്രാമത്തിലെ ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടിരുന്നു. ആ സമയം ഗോസ്റ്റ് ഒരു കാഴ്ച കണ്ടു. ഗോസ്റ്റിന്റെ അച്ഛനെ ഗ്രാമത്തലവനെ വൈക്കിംഗ് തലവനുമായി പോരടിക്കാൻ വൈക്കിങ്ങുകൾ നിർബന്ധിക്കുകയായിരുന്നു. ആ പോരാട്ടത്തിൽ ഗോസ്റ്റിന്റെ അച്ഛൻ പരാജയപ്പെട്ടു. ആ വൈക്കിംഗ് സംഘത്തിന്റെ നേതാവ് ഗണ്ണർ അതോടെ ഗോത്രത്തലവനായ ഗോസ്റ്റിന്റെ അച്ഛനെ കൊലപ്പെടുത്തുകയും ചെയ്തു. അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ മുമ്പോട്ട് ചെന്ന ഗോസ്റ്റ് ആകട്ടെ അതോടെ വൈക്കിങ്ങുകൾക്കിടയിൽ പെടുകയാണ്. ഗോസ്റ്റിനെ എതിരിടാൻ വൈക്കിങ്ങുകളുടെ തലവനായ ഗണ്ണർ തന്റെ വലങ്കയ്യായ ഉൽഫാറിനോട് പറഞ്ഞു. ഗോസ്റ്റ് ആകട്ടെ പണ്ട് തൊട്ടേ തന്റെ കയ്യിലുള്ള തന്റെ വാളുപയോഗിച്ച് അവിടെ ഒരു പോരാട്ടത്തിൽ ഏർപ്പെടുകയാണ്. ഉൽഫാറിന്റെ കണ്ണടക്കം ഗോസ്റ്റ് വെട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു. ഉൽഫാറിന്റെ അലർച്ചയിൽ വൈക്കിങ്ങുകൾ സ്തബ്ധരായ ആ ഒരു നിമിഷത്തിൽ ഗോസ്റ്റ് അവിടെ നിന്നോടി രക്ഷപ്പെടുകയാണ്. ഗോസ്റ്റിനെ പിടികൂടി കൊലപ്പെടുത്തുവാൻ ഗണ്ണർ കുറച്ചാളുകളെ അതോടെ പിന്നാലെ പറഞ്ഞയക്കുകയും ചെയ്തു. ഗോസ്റ്റിനെ പിന്തുടർന്ന് വൈക്കിംഗ് സംഘം ഒരു വെള്ളക്കെട്ടിനടുത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അവിടെയെങ്ങും ഗോസ്റ്റിന്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വെള്ളത്തിൽ മുങ്ങിത്താന്ന് മറഞ്ഞിരിക്കുകയായിരുന്ന ഗോസ്റ്റ് വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന് ആ സംഘത്തിന്റെ തലവനെ ആക്രമിച്ചു. ശേഷം അവിടെ നിന്നും വൈക്കിങ്ങുകളുടെ തന്നെ ഒരു കുതിരയെ മോഷ്ടിച്ച് അതിൽ കയറി പാഞ്ഞ് മഞ്ഞുവിരിച്ച മലനിരകളിലേക്ക് ഗോസ്റ്റ് ഓടിക്കയറുകയാണ്. വൈക്കിങ്ങുകൾ അപ്പോഴും ഗോസ്റ്റിന് പിന്നാലെയുണ്ടായിരുന്നു. അവിടെ വെച്ചും ഒരു വൈക്കിങ്ങിനോട് പോരടിച്ച് ഗോസ്റ്റ് അയാളെ കൊലപ്പെടുത്തുന്നുണ്ട്. പിന്നാലെ വൈക്കിങ്ങിന്റെ പടച്ചട്ടയും കുറച്ച് ആയുധങ്ങളും കരസ്ഥമാക്കിയ ഗോസ്റ്റ് മഞ്ഞുമലയിലൂടെ തെന്നി നീങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഗോസ്റ്റിനെ പിന്തുടർന്നെത്തിയ വൈക്കിങ്ങുകളും മഞ്ഞിലൂടെ തെന്നി നീങ്ങി ഗോസ്റ്റിനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഗോസ്റ്റ് രക്ഷപ്പെട്ടു പോയിക്കൊണ്ടേയിരുന്നു. ആ ശ്രമങ്ങൾക്കിടയിൽ കുറച്ച് വൈക്കിങ്ങുകളെ കൊലപ്പെടുത്താനും ഗോസ്റ്റിന് സാധിച്ചിരുന്നു. ഒടുവിൽ തെന്നി നീങ്ങിയ ഗോസ്റ്റ് നദിയിലേക്ക് പതിക്കുകയാണ്. അതിനോടകം ഗോസ്റ്റിനും കുറെ പരിക്കുകൾ ഏറ്റിരുന്നു. എന്തായാലും നദിയിലേക്ക് വീണതുകൊണ്ട് പിന്തുടർന്നു വന്നിരുന്ന കൊല്ലാൻ ആനിരുന്ന വൈക്കിങ്ങുകളിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ ഗോസ്റ്റിന് കഴിഞ്ഞു. രക്ഷപ്പെട്ടെങ്കിലും പരിക്കുകളുടെ വേദന ഗോസ്റ്റിന് വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. മറുവശത്ത് അതിനോടകം ഉൽഫാറിനോടും ഗണ്ണറിനടുക്കലും ഗോസ്റ്റ് രക്ഷപ്പെട്ട വിവരം ഒരു വൈക്കിംഗ് എത്തിച്ചിരുന്നു. ഉൽഫാറിനെ അത് വല്ലാതെ രോഷം കൊള്ളിക്കുകയും ഉൽഫാർ വിവരമറിയിച്ച വൈക്കിങ്ങിനെ തന്നെ കൊന്നുകളയുകയും ചെയ്തു. ഗോസ്റ്റ് ആകട്ടെ മുന്നോട്ട് രക്ഷപ്പെട്ടു പോകുവാൻ ആരംഭിച്ചു. പോകുന്ന വഴിയിൽ ഐസ് മൂടിക്കിടക്കുന്ന ഒരു തടാകവും അവൻ കണ്ടിരുന്നു. അതിനു മുകളിലൂടെ കുറച്ചു ദൂരം നടന്നപ്പോഴായിരുന്നു അത് അത്തരത്തിലൊന്നാണ്, അപകടമാണെന്ന് ഗോസ്റ്റിന് മനസ്സിലാകുന്നത്. അതോടെ ഗോസ്റ്റ് ഒരു വശത്തൂടെ നടന്നു നീങ്ങി. അവശതയിലായിരുന്ന ഗോസ്റ്റ് അവിടെ സുരക്ഷിതമായി നിൽക്കുവാൻ അടുത്തുള്ള കാട്ടിലേക്ക് കടന്ന് അവിടെ ഒരു ഗുഹ തേടുകയാണ്. പിറ്റേന്ന് പകലിൽ പാത്ത് ഫൈൻഡറുടെ നേതൃത്വത്തിൽ അടുത്ത ഗോത്രഗ്രാമത്തിലെ ആളുകൾ പുതിയ ഇടം തേടിയുള്ള യാത്രയിലായിരുന്നു. റെസ്റ്റ് ചെയ്യാൻ അവർ അവിടെയുള്ള ഒരു ഗുഹയിൽ കയറി. അവിടെ വെച്ച് ഗോസ്റ്റിനെ പാത്ത് ഫൈൻഡറുടെ ആളുകൾ കണ്ടുമുട്ടുകയാണ്. കൃത്യം ആ സമയം ഒരു കരടി അങ്ങോട്ടേക്ക് എത്തുകയും അവരെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയുമാണ്. അവിടുണ്ടായിരുന്ന പാത്ത് ഫൈൻഡർ തങ്ങളുടെ വിദ്യ ഉപയോഗിച്ച് ആ കരടിയെ കൊലപ്പെടുത്തി കളഞ്ഞു. പരിക്കേറ്റിരുന്ന ഗോസ്റ്റിനെ ട്രീറ്റ് ചെയ്യുവാൻ അവർ തങ്ങളുടെ ആളുകളുള്ള ഇടത്തേക്ക് ഗോസ്റ്റിനെ കൂട്ടിക്കൊണ്ടുവന്നു. ഗോസ്റ്റിന് വേണ്ട ചികിത്സകൾ നൽകി. ആ ഒരു ദിവസം അങ്ങനെ കടന്നുപോയി.
പിറ്റേന്ന് പകലിൽ ഗോസ്റ്റ് സുഖപ്പെട്ടിരുന്നു. ഗോസ്റ്റ് അവരോടൊക്കെയും സംസാരിച്ചു. വൈക്കിങ്ങുകൾ തന്റെ ഗ്രാമത്തെ ആക്രമിച്ച് അവിടുത്തെ ജനങ്ങളെ കൊന്നുതള്ളിയ വിവരം ഗോസ്റ്റ് അവരോട് പറഞ്ഞു. അവിടെ തുടരുന്നത് ഒട്ടും സുരക്ഷിതമല്ലെന്നും എത്രയും വേഗം അവിടം വിട്ട് അവരൊക്കെയും പോകണം എന്നും ഗോസ്റ്റ് അവരെ ഉപദേശിച്ചു. പക്ഷേ തങ്ങൾ പേടിച്ചോടുന്നവരല്ലെന്നും വൈക്കിങ്ങിനെതിരെ പടപൊരുതണം എന്നുമായിരുന്നു അവിടുത്തെ ചിലർ പറഞ്ഞത്. പക്ഷേ ഗോസ്റ്റ് കാര്യങ്ങൾ വ്യക്തമാക്കി. മരം കൊണ്ടുള്ള ആയുധം കൊണ്ട് പൊരുതാൻ ഗോത്രക്കാർ ചെന്നാൽ വൈക്കിങ്ങിന് അതൊന്നും ആവില്ലെന്നും അവരുടെ പക്കൽ വാളടക്കമുള്ള ആയുധങ്ങളാണുള്ളത് എന്ന് ഗോസ്റ്റ് തന്റെ വാളടക്കം കാണിച്ച് അവരെ ബോധ്യപ്പെടുത്തി. മാത്രമല്ല വൈക്കിങ്ങുകൾ പടച്ചട്ട അണിയുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ നമ്മുടെ ആക്രമണമൊന്നും അവരിൽ ലേശില്ലെന്നും ഗോസ്റ്റ് അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. അതോടെ പാത്ത് ഫൈൻഡർ തന്റെ ജനങ്ങളോട് മറ്റൊരിടത്തേക്ക് പോകണം എന്ന് കൽപ്പിക്കുകയാണ്. അവർ രക്ഷപ്പെട്ട് സുരക്ഷിതമായൊരിടത്തെത്തുന്നവരെ താൻ തനിച്ച് വൈക്കിങ്ങുകളെ തടഞ്ഞു നിർത്താനുള്ള കാര്യങ്ങൾ നോക്കിക്കോളാം എന്നും ഗോസ്റ്റ് പറയുന്നുണ്ട്. പക്ഷേ ഗോസ്റ്റിനെ അങ്ങനെ തനിച്ചുവിടാൻ ആ ഗോത്രവർഗക്കാർ ഒരുക്കമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗോസ്റ്റിന് കൂട്ടായി സംസാരിക്കാനൊന്നും കഴിയാത്ത ഒരു പാവം വ്യക്തിയെ, ഒരു പോരാളിയെ ഗോസ്റ്റിനൊപ്പം അവർ അയക്കുകയാണ്. ജസ്റ്റർ എന്നായിരുന്നു അയാൾ വിളിക്കപ്പെട്ടിരുന്നത്. ജസ്റ്ററോട് പൊക്കോളാനൊക്കെ ഗോസ്റ്റ് പറഞ്ഞെങ്കിലും ജസ്റ്റർ ഗോസ്റ്റിനെ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു. മറുവശത്ത് ജനങ്ങളെ സുരക്ഷിതമായ പാതയിൽ പറഞ്ഞുവിട്ട് പാത്ത് ഫൈൻഡറും കുറച്ചാളുകളും ഗോസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുവാൻ തീരുമാനിച്ചിരുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ഗോത്രവർഗത്തിലെ ആളുകൾക്കൊപ്പം സഞ്ചരിച്ചിരുന്ന പാത്ത് ഫൈൻഡറുടെ മകളെ കെട്ടാൻ തയ്യാറായി നിൽക്കുന്ന ബ്ലാക്ക് വിങ് പാത്ത് ഫൈൻഡറുടെ മകളും തന്റെ ഭാവി വധുവുമായ സ്റ്റാർ ഫയർ തങ്ങളുടെ കൂട്ടത്തിലില്ലെന്ന് തിരിച്ചറിയുന്നു. സ്റ്റാർ ഫയറും ഗോസ്റ്റിനു പിന്നാലെ പോയിരിക്കാം എന്നതോടെ ബ്ലാക്ക് വിങ് തിരിച്ചറിയുകയാണ്. ആദ്യമേ തൊട്ടേ ഗോസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും പോകണം എന്ന് സ്റ്റാർ ഫയർ സംസാരിച്ചിരുന്നതാണ്. അതുകൊണ്ട് ആ സംശയം ബ്ലാക്ക് വിങ് സ്ഥിരീകരിക്കുന്നുമുണ്ട്. തന്റെ കൂട്ടത്തിലുള്ള കുറച്ചു കൂട്ടുകാരോട് ഗ്രാമത്തിലെ ജനങ്ങളെ സുരക്ഷിതമായ ഇടത്തേക്ക് നടത്തുവാൻ പറഞ്ഞ് ബ്ലാക്ക് വിങ്ങും കൂട്ടത്തിലെ കുറച്ചാളുകളും സ്റ്റാർ ഫയറിനെയും ഗോസ്റ്റിനെയും തിരഞ്ഞു പോവാൻ തുടങ്ങുന്നു. അന്ന് രാത്രിയിൽ സുരക്ഷിതമായൊരു ഗുഹയ്ക്കകത്ത് ഗോസ്റ്റ് കിടക്കുകയായിരുന്നു. പെട്ടെന്നാരോ വരുന്ന പോലെ തോന്നി ഗോസ്റ്റ് ചാടി എഴുന്നേറ്റു. അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത് പാത്ത് ഫൈൻഡർ ആയിരുന്നു. പാത്ത് ഫൈൻഡറെ കാണുന്നതും ഗോസ്റ്റിനൊരു സമാധാനമാകുന്നുണ്ട്. വൈക്കിങ്ങിനെതിരെയുള്ള ഫൈറ്റിൽ പോരടിക്കാൻ താനുമുണ്ടെന്ന് പാത്ത് ഫൈൻഡർ ഗോസ്റ്റിനോട് പറഞ്ഞു. പക്ഷേ പിന്നാലെ പെട്ടെന്ന് ഗോസ്റ്റിന്റെ വാളെടുത്ത് പാത്ത് ഫൈൻഡർ സ്വയം കുത്തിമരിച്ചു. പൊടുന്നനെ ഗോസ്റ്റ് തന്റെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുകയാണ്. അതത്രയും ഒരു സ്വപ്നമായിരുന്നു. പിന്നീട് കുറച്ചു കഴിഞ്ഞ് ഗുഹയിൽ നിന്നിറങ്ങി ഗോസ്റ്റ് പോവാൻ നേരം സ്റ്റാർ ഫയർ അങ്ങോട്ടേക്ക് കടന്നു വന്നു. സ്റ്റാർ ഫയറുമായി ഗോസ്റ്റ് സംസാരിച്ചു. അവിടെ ഒന്നും ഒട്ടും സുരക്ഷിതമല്ലെന്നും എത്രയും വേഗം അവിടെ നിന്ന് പോകണം എന്നും ഗോസ്റ്റ് അവളോട് പറഞ്ഞു. പക്ഷേ സ്റ്റാർ ഫയർ ആകട്ടെ ഗോസ്റ്റിനെ തനിച്ചു വിട്ടുപോകാൻ ഒരുക്കമായിരുന്നില്ല. സ്നേഹപൂർവ്വം അതുകൊണ്ട് തന്നെ ഗോസ്റ്റ് അവിടെ വെച്ച് എക്സ്പൾഷൻ സെറമണി നടത്തുകയാണ്. ഗോസ്റ്റ് സ്റ്റാർ ഫയറെ തന്റെ കൂടെ ചേർത്തു. വൈകാതെ വൈക്കിംഗ് മെമ്പേഴ്സ് അങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങുകയായിരുന്നു. ഗോസ്റ്റിന് മറ്റൊന്നും നോക്കാനുണ്ടായിരുന്നില്ല. ഓരോ വൈക്കിംഗ് മെമ്പേഴ്സിനെയും മറിഞ്ഞിരുന്നും മറ്റുമായി ഗോസ്റ്റ് വകവരുത്താൻ ആരംഭിച്ചു. ഒരു ഘട്ടത്തിൽ വൈക്കിങ്ങിന്റെ തന്നെ ബാറ്റിൽ സൂട്ട് സ്വന്തമാക്കിയ ഗോസ്റ്റ് അത് ധരിച്ച് വൈക്കിങ്ങുകളെ കൊന്നുതള്ളിക്കൊണ്ടിരുന്നു. ആ ഒരു പോരാട്ടത്തിൽ സ്റ്റാർ ഫയറും ജസ്റ്ററും ഗോസ്റ്റിന്റെ കൂടെ തന്നെ നിന്നിരുന്നു. പിന്നാലെയായിരുന്നു സെറ്റ് ചെയ്തു വെച്ച ട്രാപ്പിലേക്ക് വൈക്കിങ്ങുകളെ വീഴ്ത്തുവാൻ ഗോസ്റ്റ് ശ്രമിക്കുന്നത്. പക്ഷേ വൈക്കിങ്ങുകൾ ട്രാപ്പിൽ അകപ്പെടുന്നതിന് മുമ്പേ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്ന ബ്ലാക്ക് വിങ്ങും സംഘവും അവരെ കണ്ട് ചാടി വീഴുകയും ട്രാപ്പിൽ അകപ്പെടുകയും ചെയ്തു. ഗോസ്റ്റിന് ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ട്രാപ്പിൽപ്പെട്ട അവരെ വൈക്കിങ്ങുകൾ കൊലപ്പെടുത്തി. സാരമായി പരിക്കേറ്റിരുന്ന ബ്ലാക്ക് വിങ്ങിനെ ഒരു ഘട്ടത്തിൽ ഗോസ്റ്റ് രക്ഷപ്പെടുത്തിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ തനിക്ക് അധിക നേരം ജീവിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിരുന്ന ബ്ലാക്ക് വിങ് സ്റ്റാർ ഫയറിനെ സംരക്ഷിക്കാൻ ഗോസ്റ്റിനോട് ആവശ്യപ്പെടുകയും അതുവരെ വൈക്കിങ്ങുകളെ താൻ തടഞ്ഞു നിർത്തിക്കോളാം എന്ന് പറയുകയും ചെയ്തു. ബ്ലാക്ക് വിങ് തന്റെ അമ്പും വില്ലും ഉപയോഗിച്ച് വൈക്കിങ്ങുകൾക്കെതിരെ പോരടിച്ചു. ഒരു ഘട്ടത്തിൽ വൈക്കിങ്ങിന്റെ അമ്പേറ്റ് ബ്ലാക്ക് വിങ് കൊല്ലപ്പെടുകയാണ്. ഗുഹയ്ക്കകത്തേക്ക് കയറിയിരുന്ന വൈക്കിങ്ങുകൾ സ്റ്റാർ ഫയറിനെ പിടികൂടേണ്ടതുപോലുമായിരുന്നു. ഭാഗ്യവശാൽ ജസ്റ്റർ സ്റ്റാർ ഫയറിന്റെ സഹായത്തിനെത്തി. പക്ഷേ നിർഭാഗ്യവശാൽ ജസ്റ്റർ വൈക്കിങ്ങുകളുടെ പിടിയിൽ അകപ്പെടുകയും കൊല്ലപ്പെടുകയും ഉണ്ടായി. വളരെയധികം കഷ്ടപ്പെട്ടിട്ടായിരുന്നു ഗോസ്റ്റും സ്റ്റാർ ഫയറും ആ ഗുഹയ്ക്കകത്തു നിന്നും വെളിയിലെത്തിയത്. ഇതേ സമയം ട്രാപ്പിൽ വീണ് ബന്ദിയാക്കപ്പെട്ട ഗോത്രവർഗത്തിലെ ഒരാളെ വൈക്കിങ്ങുകൾ പിടികൂടി ക്രൂരമായി ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ദൂരെ നിന്നൊരമ്പ് പാഞ്ഞു വന്നു. അത് അയാളുടെ ജീവനെടുത്തു. അത് ഗോത്രത്തലവൻ പാത്ത് ഫൈൻഡറുടെ പക്കൽ നിന്നും പാഞ്ഞെത്തിയ അമ്പായിരുന്നു. അങ്ങനെ നരകിച്ചു മരിക്കുവാൻ തന്റെ ആളുകളെ വിട്ടുകൊടുക്കുവാൻ പാത്ത്
ഫൈൻഡർ ഒരുക്കമായിരുന്നില്ല. അവരുടെ മരണം അദ്ദേഹം സുഗമമാക്കുകയായിരുന്നു ചെയ്തത്. പാത്ത് ഫൈൻഡർ അങ്ങനെ അമ്പെയ്തതുകൊണ്ട് അവരവിടെയുണ്ട് എന്ന് വൈക്കിങ്ങിന് സൂചന ലഭിച്ചിരുന്നു. വൈക്കിങ്ങുകൾ അതോടെ ബുദ്ധിപരമായി അവരെ വളഞ്ഞു പിടികൂടുകയാണ്. പിന്നാലെ പാത്ത് ഫൈൻഡറെ വൈക്കിങ്ങുകൾ അതിക്രൂരമായി കൊലപ്പെടുത്തി. കൊല്ലപ്പെടുന്നതിനു മുമ്പ് പാത്ത് ഫൈൻഡർ ഒരേ ഒരു കാര്യം ഗോസ്റ്റിനോട് പറഞ്ഞിരുന്നു: നിനക്കൊരു കരടിയെ കൊലപ്പെടുത്തണമെങ്കിൽ ആ കരടിയോളം കഴിവും ബുദ്ധിയും നീ ആർജിക്കണം എന്നതായിരുന്നു അത്. സ്റ്റാർഫയറിനെയും ഗോസ്റ്റിനെയും ബന്ദിയാക്കി വൈക്കിങ്ങുകൾ ബാക്കി ഗോത്രവർഗക്കാർ എവിടെയാണുള്ളത് എന്ന് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ആദ്യമൊന്നും ഗോസ്റ്റ് അത് പറയാൻ തയ്യാറായില്ലെങ്കിലും സ്റ്റാർഫയറിനെ കൊല്ലുമെന്ന ഘട്ടമെത്തിയതും തന്നെയും സ്റ്റാർഫയറിനെയും മോചിതരാക്കുമെങ്കിൽ താൻ അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം എന്ന് സമ്മതിക്കുകയാണ്. അതോടെ ഗോസ്റ്റിനെയും സ്റ്റാർഫയറിനെയും ബന്ദികളാക്കി ഗോസ്റ്റ് നയിക്കുന്ന വഴിയിലൂടെ വൈക്കിംഗ് സംഘം മുമ്പോട്ട് നീങ്ങുന്നു. വിദഗ്ധമായി വൈക്കിങ്ങുകളെ തെറ്റിദ്ധരിപ്പിക്കാനും മഞ്ഞുമൂടിയ മലനിരകളുടെ ഭാഗത്തേക്കാണ് ഗോത്രവർഗക്കാർ പോയിരിക്കുന്നത് എന്ന് വൈക്കിങ്ങുകളെ മിസ്ലീഡ് ചെയ്യുവാനും അവരുടെ വിശ്വാസം ആർജിച്ചെടുക്കാനും ചില പ്രവൃത്തികൾ കൊണ്ട് ഗോസ്റ്റിന് സാധിക്കുന്നുണ്ട്. ഗോത്രവർഗക്കാരുടെ അടുത്തു നിന്ന് വീണുപോയൊരു പാവക്കുട്ടി വൈക്കിങ്ങുകൾ കാണാതെ കൈപ്പെടുത്താനും തെറ്റായ ഡിറക്ഷനിൽ അവർ കാണാതെ നിക്ഷേപിച്ച് അതുവഴിയാണ് അവർ പോയിരിക്കുന്നത് എന്ന് വൈക്കിങ്ങുകളെ വിശ്വസിപ്പിക്കാനുമായിരുന്നു പ്രധാനമായും ഗോസ്റ്റിന് സാധിച്ചത്. മുമ്പോട്ടുള്ള ആ യാത്ര കൊണ്ടെത്തിച്ചത് അവരെ തണുത്തുറഞ്ഞ ആ തടാകത്തിലേക്കായിരുന്നു. തണുത്തുറഞ്ഞ തടാകത്തിന് മേളിലൂടെ പോകുന്നത് അപകടമാണെന്നും അതുവഴി ചുറ്റിപ്പോകാം എന്നും ഗോസ്റ്റ് പറഞ്ഞു. പക്ഷേ വൈക്കിങ്ങുകൾ അവരുടെ വലിയ ശൗര്യവും ശാഠ്യവും കാരണം നീ പറയുന്നതൊക്കെ കേൾക്കാൻ ഞങ്ങളാരാ, നിന്റെ അടിമയോ, ഞങ്ങൾ ഇതുവഴിയേ പോകൂ എന്ന് പറഞ്ഞ് ഗോസ്റ്റിനെയും കൊണ്ട് തണുത്തുറഞ്ഞ തടാകത്തിന്റെ മുകളിലൂടെ നടന്നു. പക്ഷേ കുറച്ചാളുകൾ തടാകത്തിന്റെ മുകളിലേക്ക് എത്തിയതും ഐസുടൻ അവരൊക്കെ വെള്ളത്തിലേക്ക് വീണുപോവുകയാണ്. വൈക്കിങ്ങുകൾ ഒക്കെ ചേർന്ന് ഗോസ്റ്റിനെയും വീണുപോയ വൈക്കിങ്ങുകളെയും രക്ഷപ്പെടുത്തി. ഇതിനിടയിൽ വെള്ളത്തിൽ വീണപ്പോൾ ഗോസ്റ്റ് ഒരു വിഷൻ കണ്ടു. പാത്ത് ഫൈൻഡർ തന്റെ മുമ്പിൽ വന്ന് തന്റെ ഗോത്രത്തെ സംരക്ഷിക്കണമെന്നും തന്റെ പിൻഗാമിയാവണം എന്നും ഗോസ്റ്റിനോട് പറയുന്നതായിരുന്നു അത്. വൈക്കിങ്ങുകൾ ചേർന്ന് ഗോസ്റ്റിനെ ആദ്യം കുറ്റപ്പെടുത്താൻ നോക്കിയെങ്കിലും അവരുടെ നേതാവ് ഗുണാർ അവരെ തടഞ്ഞു. അവൻ ആദ്യമേ ചുറ്റിപ്പോവാൻ പറഞ്ഞതാണല്ലോ, നമ്മളല്ലേ ധാർഷ്ട്യം കാണിച്ചത്, അവൻ കൃത്യമായ വഴിയാണ് കാണിച്ചത് എന്ന് പറഞ്ഞ് ഗോസ്റ്റിനെ ഗണാർ സപ്പോർട്ട് ചെയ്തു. ഗണാറിന്റെ വിശ്വാസം കൂടുതൽ നേടുവാനും അതുകൊണ്ട് തന്നെ ഗോസ്റ്റിന് സാധിച്ചിരുന്നു. അവരുടെ യാത്ര അവിടെ നിന്നും മലനിരകളിലേക്ക് നീളുകയാണ്. മലഞ്ചെരിവിലൂടെ വളരെ കഷ്ടപ്പെട്ടു വേണമായിരുന്നു അവർക്ക് മുന്നോട്ടു പോകുവാൻ. ഓരോരുത്തരായി മലയോട് ചേർന്നു പിടിച്ച് മുമ്പോട്ട് നടക്കാൻ തുടങ്ങി. ഏറെ അപകടമുള്ള മലഞ്ചെരിവായതുകൊണ്ട് എല്ലാവരും ഒരു കയറുപയോഗിച്ച് പരസ്പരം കൂട്ടിക്കെട്ടിപ്പോയാൽ നല്ലതായിരിക്കും എന്നൊരു നിർദ്ദേശം ഗോസ്റ്റ് മുമ്പോട്ടേക്ക് വെച്ചു. പക്ഷേ ഗുണാറും സംഘവും അതിന്റെയൊന്നും ആവശ്യമില്ലെന്ന് പഴയ പോലെ പറയുകയായിരുന്നു ചെയ്തത്. അവർ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് കാല് തന്നെ കൂട്ടത്തിലൊരു വൈക്കിംഗ് താഴേക്ക് പതിച്ചു കൊല്ലപ്പെട്ടു. അത് കാണുന്നതും ഗുണാറിന് വീണ്ടും പുനർചിന്തനമുണ്ടാകുന്നു. വടമെടുത്ത് വൈക്കിങ്ങുകൾ പരസ്പരം ബന്ധിപ്പിക്കുകയാണ്. കുറച്ച് ദൂരം കൂടി മലഞ്ചെരുവിലൂടെ മുമ്പോട്ട് പോയതും ആ മലയുടെ മുകളിൽ നിന്നും അവർക്ക് ഗോത്രവർഗം താമസിക്കുന്നയിടം കാണാമായിരുന്നു. ആ സമയം രഹസ്യമായി ഗോസ്റ്റ് സ്റ്റാർഫയറിനോട് അവളെയും അവളുടെ വംശത്തെയും ഗോസ്റ്റ് ചതിച്ചെന്ന് പറഞ്ഞ് തല്ലാൻ പറയുന്നു. ഒരു ഘട്ടത്തിൽ ഗുണാർ അത് തടയുന്നുണ്ട്. ശേഷം സ്റ്റാർഫയറിനെ തിരിച്ചടിക്കാൻ ഗുണാർ ഗോസ്റ്റിനോട് പറഞ്ഞു. ആ അവസരം മുതലെടുത്ത് ഗോസ്റ്റ് ഒരു കല്ലെടുത്ത് മലഞ്ചെരുവിലൂടെ കടന്നു വരികയായിരുന്ന വൈക്കിംഗ് സംഘത്തിലെ ഏറ്റവും പുറകിലുള്ള ആൾക്ക് നേരെ പായിക്കുകയാണ്. ആ കല്ലുകൊണ്ടതും നിലതെറ്റിയ അയാൾ മലഞ്ചെരുവിൽ നിന്ന് താഴേക്ക് പതിക്കാൻ തുടങ്ങി. കയറ് കെട്ടിയിരുന്നതുകൊണ്ട് മുഴുവൻ സംഘം വൈക്കിങ്ങുകളും താഴേക്ക് പതിക്കുകയാണ്. വൈക്കിങ്ങുകളുടെ തലഫൻ ഗണ്ണറും വലങ്കയ്യായ ഉൽഫാറും സ്റ്റാർഫയറും ഗോസ്റ്റും മാത്രമായിരുന്നു മുകളിൽ അവശേഷിച്ചത്. പിന്നെ അവിടെ നടന്ന ഏറ്റുമുട്ടലിൽ അവർ കൂടി താഴേക്ക് പതിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ സ്റ്റാർഫയറിന്റെ കയറ് മുറിച്ച് സ്റ്റാർഫയറിനെ ഗോസ്റ്റ് രക്ഷപ്പെടുത്തി. ഒരു മരത്തിൽ ചുറ്റി ഗോസ്റ്റും ഗണ്ണറും തൂങ്ങിക്കിടക്കാൻ ആരംഭിച്ചു. ഗണ്ണർക്ക് ഉൽഫാറിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല. ഗണ്ണർ ഉൽഫാറിനെ വിട്ടുകളഞ്ഞു. മറ്റു വൈക്കിങ്ങുകൾക്കൊപ്പം താഴേക്ക് പതിച്ച് ഉൽഫാറും മരണമടഞ്ഞു. ഗോസ്റ്റിനെ ആക്രമിച്ച് ഗണ്ണർ പിന്നാലെ മുകളിലേക്ക് കയറുവരാൻ ആരംഭിച്ചു. ആ സമയം ഗോസ്റ്റ് വലിയ ശബ്ദത്തിൽ അലറുകയാണ്. ഗോസ്റ്റിന്റെ ആ ശബ്ദം ഒരു ഹിമപാതത്തിന് വഴിവെക്കുന്നുണ്ട്. ഹിമപാതം ഗണ്ണറെ അവിടെ നിന്ന് താഴേക്ക് പതിപ്പിച്ചു. ഗോസ്റ്റും ഗണ്ണറും അതോടെ ഒരേ നിലയിലെത്തുകയാണ്. അവരിരുവരും തമ്മിൽ അവിടെ വെച്ച് ശക്തമായൊരു ഏറ്റുമുട്ടൽ സംഭവിച്ചു. കരുത്തനായ ഗണ്ണർക്കെതിരെ പിടിച്ചു നിൽക്കൽ ഗോസ്റ്റിനത്ര എളുപ്പമായിരുന്നില്ല. എന്നിരുന്നാലും ഏറ്റവും ഒടുവിൽ പാത്ത് ഫൈൻഡർ മുമ്പ് കരടിയെ കൊന്ന അതേ ടെക്നിക് ഉപയോഗിച്ച് ഗോസ്റ്റ് ഗണ്ണറെ വകവരുത്തി. പിന്നാലെ അവിടെ ആദ്യത്തേതിലും
ശക്തമായ ഒരു ഹിമപാതം സംഭവിക്കുകയായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് തന്റെ ആളുകൾക്കടുത്തെത്തിയിരുന്ന സ്റ്റാർഫയർ ആ ഹിമപാതം നിറകണ്ണുകളോടെ നോക്കിക്കണ്ടു. ഗോസ്റ്റ് അതിനെ അതിജീവിക്കില്ല എന്നവർ കരുതിയിരുന്നു. തങ്ങളെ രക്ഷപ്പെടുത്തി ഗോസ്റ്റ് മരണപ്പെട്ടു എന്നായിരുന്നു അവർ ചിന്തിച്ചത്. കുറച്ചു സമയം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഗോസ്റ്റ് അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. ഏവരും ബഹുമാനത്തോടെ ഗോസ്റ്റിനെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ആ വലിയ ഹിമപാതത്തെയും ഗോസ്റ്റ് അതിജീവിച്ചു. സ്റ്റാർഫയർ സ്നേഹത്തോടെ ഗോസ്റ്റിനെ സ്വീകരിച്ചു. ഗോസ്റ്റ് സ്റ്റാർഫയറിനെ ഗോത്ര തലവന്റെ ചിഹ്നമായ മാല ധരിപ്പിച്ചു. അവരുടെ നേതാവായി സ്റ്റാർഫയർ മാറുകയായിരുന്നു. ഗോസ്റ്റും സ്റ്റാർഫയറും ഒന്നിക്കുമെന്നും ആ ഗോത്രത്തിന് കാവലായി ഗോസ്റ്റ് എപ്പോഴും ഉണ്ടാകുമെന്നുമുള്ള സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ആക്ഷൻ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.